മനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 226 വാല്യം 5. മഗ്ദലായിൽ നിന്ന് മേരി മർത്തായ്ക്ക് ആളയക്കുന്നു. ഈശോ തീഷ്ണനുമൊത്ത് ലാസറസിന്റെ തോട്ടത്തിലെത്തിയിരിക്കുന്നു. സമയം പ്രഭാതം. വേനൽക്കാലത്തെ സുന്ദരമായ പ്രഭാതം. പുലരി വിടരുന്നതേയുള്ളൂ. എല്ലാം കുളിർമയോടെ പുഞ്ചിരി തൂകുന്ന നേരം. തോട്ടക്കാരൻ ഈശോയെ സ്വീകരിക്കാൻ ഇറങ്ങി വന്നു. ഒരു ചെറുവേലിക്കപ്പുറം നീങ്ങി മറയുന്ന വെള്ളയുടുപ്പിന്റെ അടിഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ പറയുന്നു, ലാസറസ് ആ മുല്ലപ്പന്തലിലേക്ക് പോയതാണ്. വായിക്കാൻ ഏതാനും പുസ്തക ചുരുളുകളും എടുത്തിട്ടുണ്ട്. ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ തന്നെ അങ്ങോട്ട് പോയിക്കൊള്ളാം. ഇരുവശങ്ങളും പുഷ്പിച്ചു നിൽക്കുന്ന ചെറുവേലികളുള്ള ചെറുപാതയിലൂടെ ഈശോ വേഗം നടക്കുന്നു. വേലിക്കരികിലുള്ള പുല്ലിന്മേലാണ് ഈശോ നടക്കുന്നത്. ശബ്ദം കേൾപ്പിക്കാതെ ലാസറസിന്റെ അടുക്കലെത്താൻ. ലാസറസ് ചുരുളുകൾ ഒരു മാർബിൾ മേശമേൽ വച്ച ശേഷം നിന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എന്നെ നിരാശനാക്കരുതേ. എൻ്റെ ഹൃദയത്തിൽ പ്രകാശം വീശുന്ന പ്രതീക്ഷയുടെ രശ്മി പുതിയ തെളിവുകൾ തന്ന് ഉറപ്പിക്കണമേ. കണ്ണീരോടെ 1000 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ച കാര്യം എനിക്ക് നൽകണമേ. എൻ്റെ പ്രവൃത്തികൾ കൊണ്ടും ക്ഷമ കൊണ്ടും എന്നെ മുഴുവൻ അർപ്പിച്ചുകൊണ്ടും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ജീവന് പകരമായി ഈ അനുഗ്രഹം തരണമേ. ആ സമാധാനം എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിന്റെ ഈശോയുടെ നാമത്തിൽ ഈ അനുഗ്രഹം എനിക്ക് നൽകണമേ. അവൻ കള്ളം പറയുമോ? അവൻ്റെ വാഗ്ദാനം വെറും പൊള്ളവാക്കുകളാണെന്ന് ഞാൻ ചിന്തിക്കണമോ? എൻ്റെ സഹോദരി കിടക്കുന്ന പാപത്തിൻ്റെ അഗാധ ഗർത്തത്തേക്കാൾ അവൻ്റെ ശക്തി കുറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കണമോ? എൻ്റെ കർത്താവെ, എന്നോട് അരുളി ചെയ്യണമേ. എൻ്റെ മനസ്സിനെ നിനക്ക് വിധേയമാക്കാനായി എന്നോട് പറയണമേ. പിന്നിൽ നിന്ന് എല്ലാം ശ്രവിച്ച ഈശോ പറയുന്നു, ഉവ്, ഞാൻ പറയാം. ലാസറസ് ഞെട്ടിത്തിരിഞ്ഞ് വിളിച്ചു പറയുന്നു, ഓ എൻ്റെ കർത്താവെ, എപ്പോഴാണ് നീ വന്നെത്തിയത്? ഏതാനും മിനിറ്റുകൾ മുമ്പ് മാത്രം. ഒറ്റയ്ക്കോ? തീഷ്ണനായ സൈമണുമുണ്ട്. എന്നാൽ ഇങ്ങോട്ട് ഞാൻ തനിച്ചു പോന്നു. നിനക്ക് എന്തോ വലിയ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് ഞാൻ അറിയുന്നു. അത് പറഞ്ഞുകൊള്ളൂ. ഇല്ല, ഞാൻ ദൈവത്തോട് ചോദിച്ചതിൻ്റെ ഉത്തരം ആദ്യം എന്നോട് പറയൂ. നിന്റെ ഉത്തരം അനുസരിച്ചാണ് എനിക്കുള്ളത് പറയുന്നത്. പറയൂ, എന്നോട് പറയൂ. നിന്റെ വലിയ കാര്യം എന്നോട് പറയൂ. നിനക്കെന്നോട് പറയാം. ഇത് പറഞ്ഞുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലാസറസിനെ കൈകൾ നീട്ടി ക്ഷണിക്കുന്നു. അത്യുന്നതനായ ദൈവമേ, ഇത് സത്യമാണ്. അപ്പോൾ ഇത് സത്യമാണെന്ന് നീ അറിയുന്നു. ലാസറസ് രഹസ്യം പറയാൻ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മഗ്ദലായിലേക്ക് ചെല്ലാൻ മേരി മർത്തായോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും ആപത്തായിരിക്കുമെന്ന് വിചാരിച്ച് വളരെ ഉത്കണ്ഠയോടെയാണ് മർത്ത പോയിരിക്കുന്നത്. അതേ ഭയത്തോടെ ഞാൻ ഇവിടെയും. എന്നാൽ മർത്തായുടെ കൂടെ പോയിരുന്ന ഭൃത്യൻ വശം അവൾ കൊടുത്തയച്ച കത്ത് എനിക്ക് പ്രത്യാശ നൽകുന്നു. നോക്കൂ, ഞാനത് ഇവിടെയാണ് വച്ചിരിക്കുന്നത്. അത് എൻ്റെ ചങ്കിന്മേലാണ് വച്ചിരിക്കുന്നത്. ഒരു നിധിയേക്കാൾ എനിക്കത് വിലപ്പെട്ടതാണ്. വളരെ ചുരുങ്ങിയ ഒരു കത്ത്, ഏതാനും വാക്കുകൾ മാത്രം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാനത് വായിക്കും. വാസ്തവത്തിൽ അവൾ ഇങ്ങനെ എഴുതി എന്നുള്ളത് സ്ഥിരപ്പെടുത്താൻ. നോക്കൂ. ലാസറസ് ഉടുപ്പിനടിയിൽ നിന്ന് ഒരു ചെറിയ ചുരുളെടുത്ത് പറയുന്നു, നോക്കിക്കേ, വായിക്കൂ, ഉറക്കെ വായിക്കൂ. നീ അത് വായിച്ചു കേൾക്കുകയാണെങ്കിൽ അത് സത്യമാണെന്ന് എനിക്ക് ഒന്നുകൂടെ ഉറപ്പായി ബോധ്യപ്പെടും. ലാസറസേ, എൻ്റെ സഹോദര, നിനക്ക് സമാധാനവും അനുഗ്രഹവും നേരുന്നു. സുരക്ഷിതരായി കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. എനിക്ക് ഭയം കൊണ്ടുണ്ടായ ചങ്കിടിപ്പെല്ലാം മാറി. മേരി, നമ്മുടെ മേരി സുഖമായിരിക്കുന്നു. ഇനിയത്തെ കാര്യം ഞാൻ പറയട്ടെ. മുമ്പിലത്തെ പോലെ അത്രയും അസ്വസ്ഥതയുള്ളവളായി തോന്നുന്നില്ല. അവൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വളരെ ദുഃഖത്തോടെയാണ് അവൾ കരഞ്ഞത്. പിന്നീട് രാത്രി ഉറങ്ങാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. മുറിയിൽ വച്ച് ഗുരുവിനെക്കുറിച്ച് പലതും എന്നോട് ചോദിച്ചു. ഇപ്പോൾ ഇത്രമാത്രം അവളെ കാണുകയും അവളുടെ സംസാരം കേൾക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ പ്രത്യാശ വളരുന്നു. എൻ്റെ പ്രിയ സഹോദര, പ്രാർത്ഥിക്കൂ, പ്രത്യാശയുള്ളവനായിരിക്കൂ.
ഓ, ഇത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് ദിവസങ്ങൾ കൂടെ ചെലവഴിക്കുകയാണ്. കാരണം പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ അവളെ ശക്തിപ്പെടുത്തുന്നതിന് ഞാനും കൂടെ ഉണ്ടാകണമെന്നാണ് അവളുടെ ആഗ്രഹം. അവൾക്ക് പഠിക്കണമെന്നുമാണ് പറയുന്നത്. എന്താണെന്നോ, നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യം, ഈശോയുടെ പരിധിയില്ലാത്ത ഔദാര്യം. ബെഥനിയിൽ വന്ന ആ സ്ത്രീയുടെ കാര്യം ഞാൻ അവളോട് പറഞ്ഞു. അവൾ ചിന്താമഗ്നയാണ്, ഇപ്പോൾ വളരെ ചിന്താമഗ്നയാണ്. ഈശോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. പ്രാർത്ഥിച്ചു കാത്തിരിക്കൂ, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ ചുരുൾ തെറുത്ത് തിരിച്ചേൽപ്പിക്കുന്നു. ഗുരുവേ, ഞാൻ പോകാം. ഒരു 2 ആഴ്ചയ്ക്കകം കഫർനാമിൽ വന്ന് എന്നെ കാണാൻ മർത്തായോട് പറയുക. അത് സാധിക്കുമോ? സാധിക്കും, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെ? നീ ഇവിടെ താമസിക്കുക, ഞാൻ മർത്തായെയും ഇങ്ങോട്ട് പറഞ്ഞയക്കാം. എന്തുകൊണ്ടാണത്? കാരണം രക്ഷയിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും രഹസ്യമായിട്ട് വേണം. അതങ്ങനെയാണ്. മാതാപിതാക്കളോ സഹോദരനോ കാണുന്നതാണ് അവർക്ക് ഏറ്റവും ലജ്ജ വരുത്തുന്നത്. ഞാനും നിന്നോട് പറയുന്നു, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഈശോയുടെ മാറിൽ ചാരി ലാസറസ് വലിയ ദുഃഖത്തോടെ കരയുന്നു. കരച്ചിൽ കുറച്ച് ശാന്തമായപ്പോൾ മനസ്സിലെ ഉത്കണ്ഠയും നിരാശയും എല്ലാം ഈശോയോട് പറയുന്നു. 1 വർഷത്തോളമായി ഞാൻ പ്രത്യാശയോടെയും നിരാശയോടെയും കഴിയുകയാണ്. ഉത്ഥാനമുണ്ടാകുന്നതിന് ഇത്രയധികം സമയം വേണ്ടിവരുമോ? വിസ്മയത്തോടെ ലാസറസ് ചോദിക്കുകയാണ്. എല്ലാം പറയുന്നതിന് ഈശോ ലാസറസിനെ അനുവദിക്കുന്നു. കുറെ സമയം കഴിഞ്ഞാണ് ഈശോയോട് ആതിഥ്യമര്യാദ കാണിക്കുന്ന കാര്യം മറന്നുപോയല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ എഴുന്നേറ്റ് ഈശോയെ വീട്ടിനകത്തേക്ക് ആനയിക്കുകയാണ്. നടപ്പാതയുടെ അരികിൽ ഒരു ഭാഗത്ത് നിറയെ പൂത്തു നിൽക്കുന്ന മുല്ലയാണ്. സ്വർണ്ണ നിറമുള്ള തേനീച്ചകൾ അവയുടെ ഇടയിൽ മൂളിപ്പാട്ടും പാടി പറക്കുന്നു. ആ കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നീ ഇങ്ങോട്ട് വിട്ട ആ വൃദ്ധൻ അബ്രാഹത്തിന്റെ മടിയിലേക്ക് തിരിച്ചുപോയി. ഈ മുല്ലവേലിയിൽ തലയും ചായ്ച്ച് ഇരിക്കുന്നതായിട്ടാണ് മാക്സിമിനോസ് കണ്ടത്. തേനീച്ചക്കൂടുകളുടെ സമീപം ഇരുന്ന് ഉറങ്ങിപ്പോയതുപോലെ. അയാൾക്ക് ആ കൂടുകളെല്ലാം സ്വർണ്ണ നിറമുള്ള മക്കളുടെ ഭവനങ്ങളായിരുന്നു. തേനീച്ചകളെ പൊന്നുമക്കൾ എന്നായിരുന്നു അയാൾ വിളിച്ചിരുന്നത്. അവയെ അയാളെ അവരും മനസ്സിലാക്കിയിരുന്നത് പോലെ പൊന്നുമക്കൾ പൊതിഞ്ഞു. തേനീച്ചകളെല്ലാം അവരുടെ സ്നേഹിതന്റെ ശരീരത്തിൽ ചെന്നിരുന്നു. വളരെ നല്ലവനായിരുന്ന അയാൾക്ക് തേനിന്റെ മാധുര്യം ഉണ്ടായിരുന്നിരിക്കണം. നിർമ്മലമായ പുഷ്പദളം പോലെ തേനീച്ചകൾക്ക് അനുഭവപ്പെടത്തക്ക വിധം അയാൾ അത്ര സത്യസന്ധനായിരുന്നു. അയാളുടെ മരണം എന്നെ ദുഃഖിതനാക്കി. കുറെ നാൾ കൂടെ അയാൾ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. അയാൾ നീതിമാനായിരുന്നു. അയാളെ ചൊല്ലി വിലപിക്കേണ്ട, അയാൾ സമാധാനത്തിലാണ്. ആ സമാധാനത്തിൽ നിനക്കായി അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെയാണ് അയാളെ സംസ്കരിച്ചിരിക്കുന്നത്? ഈ വൃക്ഷത്തോപ്പിന്റെ അങ്ങേയറ്റത്ത്, തേനീച്ചപ്പെട്ടികളുടെ അടുത്ത് തന്നെ. വരൂ, ഞാൻ കാണിക്കാം. ലോറൽ മരത്തോപ്പിലൂടെ ഇരമ്പുന്ന തേനീച്ചകളുടെ കൂടുകളുടെ സമീപത്തേക്ക് അവർ നടക്കുന്നു. കന്യകാമാതാവിനോടും മറ്റ് ശിഷ്യകളോടും കൂടെ മേരിമാർ, യോവന്ന, ഏലീശ എന്നിവരാണുള്ളത്. യൂദാസ് വണ്ടിയിൽ നിന്നിറങ്ങുന്നു. ആൾ വളരെ ക്ഷീണിച്ച് വിളറിയിരിക്കുന്നു. ദർശനം ലഭിച്ച സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ബഹളം നിമിത്തം ആ സമയത്ത് തന്നെ എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. അതേക്കുറിച്ച് എനിക്ക് ലഭിച്ച വിവരം ഇതാണ്. യൂദാസിന്റെ രോഗം മാറി ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. കന്യാമാതാവും യോവന്നായും അയാളെ ശുശ്രൂഷിച്ചിരുന്നു. യോവന്നായ്ക്ക് നിർബന്ധമായിരുന്നതിനാലാണ് ശിഷ്യകളും യൂദാസും വണ്ടിയിൽ ഗലീലിയയിലേക്ക് പോകുന്നത്. ഈശോ അത് സമ്മതിച്ചു. ബാലനെയും വണ്ടിയിൽ കയറ്റി. എന്നാൽ യോവന്ന ജെറുസലേമിൽ ഏതാനും ദിവസങ്ങൾ താമസിക്കുകയാണ്. ഏലീശായും കൂടെയുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഏലീശ ബെത്സൂറിലേക്കും യോവന്ന ബത്തേറിലേക്കും തിരിച്ചു പോകും. ഏലീശ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു.
തിരിച്ച് ബെത്സൂറിലേക്ക് പോകാൻ ഇപ്പോൾ എനിക്ക് ധൈര്യമുണ്ട്. കാരണം എൻ്റെ ജീവിതം മേലിൽ ലക്ഷ്യമില്ലാത്തതല്ല. എൻ്റെ സ്നേഹിതരും നിന്നെ സ്നേഹിക്കാൻ ഞാൻ പ്രയത്നിക്കും. യോവന്ന ഇപ്രകാരം പറഞ്ഞതും ഞാൻ ഓർമ്മിക്കുന്നു. അത് തന്നെ എൻ്റെ തോട്ടത്തിൽ ഞാൻ ചെയ്യും. ഇവിടെ താമസിക്കാൻ കൂസ എന്നെ അനുവദിക്കുന്നിടത്തോളം കാലം ഞാനത് ചെയ്യും. നിന്നെ അനുഗമിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യമെങ്കിലും അതും നിനക്കായുള്ള സേവനമാണല്ലോ. യൂദാസിൻ്റെ വാക്കുകളും ഞാൻ ഓർക്കുന്നുണ്ട്. അയാൾ പറഞ്ഞത്, ഈശോയുടെ അമ്മ അവന് യഥാർത്ഥത്തിൽ ഒരമ്മയായിരുന്നതുകൊണ്ട് അവൻ രോഗാവസ്ഥയിൽ ഏറ്റവും പ്രയാസമുണ്ടായ സമയത്തു പോലും സ്വന്തം അമ്മ അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചില്ല എന്നാണ്. അമ്മ മേരി യഥാർത്ഥത്തിൽ അവന് അമ്മയായിരുന്നു. വളരെ കാരുണ്യവും സ്നേഹവും കാണിച്ചു. അത് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ശേഷം പറഞ്ഞവയെല്ലാം അവ്യക്തമായി പോയി. അതിനാൽ എൻ്റെ സ്വന്തം ആശയം കടന്നുകൂടിയെങ്കിലോ എന്ന് ഭയന്ന് അവയൊന്നും ആവർത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല.